ജീവനും യെരൂശലേം മാതാവും എന്ന ശീർഷകത്തിലുള്ള ദൈവവചനം നിങ്ങളുമായി പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 하나님 말씀 함께 상고해 보는 시간을 갖도록 하겠습니다. പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരാൾ തുടർച്ചയായി 40 തവണ ലോട്ടറി നേടി എന്നിരിക്കട്ടെ. 40번이나 연속적으로 당첨이 됐다. അത് സാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 가능할 것 같아요? ഇത് യാദൃശ്ചികമല്ല എന്നോ ആരെങ്കിലും ഇതിനായി ആസൂത്രണം ചെയ്തിട്ടുണ്ടാകണം എന്നോ ആളുകൾ ചിന്തിക്കില്ലേ? വിജയസാധ്യത കുറവുള്ള കാര്യങ്ങൾ ആണെങ്കിൽ തീർച്ചയായും ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും ഇത് ബാധകമാണ്. മനുഷ്യർ മാംസങ്ങളുടെ ഒരു പിണ്ഡം മാത്രമാണ്. ഒരൊറ്റ മാംസ്യം രൂപപ്പെടുന്നതിന് അമിനോ ആസിഡുകൾ കൃത്യമായ ക്രമത്തിൽ പൊരുത്തപ്പെടണം. പ്രക്രിയകൾ ശരിക്കും ശ്രദ്ധേയമാണ്. 20ഓളം വ്യത്യസ്ത തരം അമിനോ ആസിഡുകളുണ്ട്. 40 തവണ തുടർച്ചയായി ലോട്ടറി നേടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിക്ക് ജീവൻ ലഭിക്കാൻ എല്ലാം സമ്പൂർണ്ണമായി യോജിക്കുന്ന സാധ്യത. 40번이나 연속적으로 당첨되는 것보다도 더 확률이 어렵다고 합니다. സാധ്യതകൾ വളരെ വ്യത്യാസമായതിനാൽ നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് ആയിരിക്കുന്നത് അവിശ്വസനീയമാണ്. അവിശ്വസനീയമായ സാധ്യതകളിലൂടെ ദൈവം നമ്മെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നുവെന്ന് നാം പരിഗണിക്കുമ്പോൾ ഇവിടെ ഒരുമിച്ച് ജീവിക്കാൻ നമ്മെ അനുവദിച്ചതിന് നാം അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഈ ജീവിത വ്യവസ്ഥയിൽ നാം ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഒന്നും കൂട്ടുകയോ നീക്കിക്കളയുകയോ ചെയ്യരുത്. ഹ്യൂമൻ ജീനോം പദ്ധതിയെക്കുറിച്ച് ബയോ എഞ്ചിനീയർമാരിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു ചെറിയ പിഴ പോലും തങ്ങളുടെ ചുമതലകൾ ശരിയായി നിർവഹിക്കുന്നതിൽ നിന്ന് ഒരാളെ തടയുന്നു. ദൈവം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ക്രമീകരിക്കുമ്പോൾ അവിടുന്ന് മനുഷ്യർക്ക് നൽകിയ ബൈബിളിലെ വാക്കുകളും മാറ്റാൻ പാടില്ല. അതിനാൽ ബൈബിളിന്റെ അവസാനത്തിൽ ദൈവം നമുക്ക് നൽകിയ വചനങ്ങൾ എന്താണ്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒന്നും കൂട്ടുകയോ അവയിൽ നിന്നും യാതൊന്നും എടുത്തുകളയുകയോ ചെയ്യരുത്. എന്തുകൊണ്ടാണത്? നിത്യജീവൻ നിലനിൽക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ ദൈവം ബൈബിളിന്റെ അവസാനത്തിൽ ഇത് ഊന്നിപ്പറഞ്ഞു. നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായം 17-ാം വാക്യം നോക്കാം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വാക്യം 18. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ അതിനർത്ഥം ബൈബിളിലെ വാക്കുകളിൽ എന്തെങ്കിലും ചേർക്കപ്പെട്ടാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. വാക്യം 19. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാശി അവിടുത്തെ വചനങ്ങളിൽ മാറ്റം വരുത്തരുതെന്ന ഒരു നിയമം അവിടുന്ന് സ്ഥാപിച്ചു. ജീവൻ നേടുന്നതിനായി ഈ ഏറ്റവും കൃത്യമായ മാംസ്യപിണ്ഡം രൂപകൽപ്പന ചെയ്ത ദൈവം ബൈബിൾ എന്ന പുസ്തകത്തിലെ വിലയേറിയ വാക്കുകൾ മനുഷ്യരാശിക്ക് നൽകുകയും
우리 നമ്മുടെ 인류 മനുഷ്യജീവിതത്തിൽ ഒരിക്കലും കേടുവരാൻ പാടില്ലെന്നും അവിടുന്ന് പറഞ്ഞു. 주시면서 마지막에 당부를 이렇게 했습니다. ഇന്ന് അസംഖ്യം സഭകളും വിഭാഗങ്ങളും ഉണ്ട്. അനേകം ആളുകൾ ബൈബിളിനെ തെറ്റിദ്ധരിക്കുന്നു. അതിനാൽ മരണമോ വിലാപമോ 교회가 있고 수많은 또 종파가 있고 നിലവിളിയോ വേദനയോ ഇല്ലാത്ത നിത്യസ്വർഗരാജ്യത്തിൽ എത്തുന്നതിൽ നാം പരാജയപ്പെട്ടേക്കാം. നിത്യസന്തോഷവും ആനന്ദവും മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ. 다시는 사망이 없고 애통도 없고 슬픔도 없고 영원한 행복과 기쁨만이 존재한다고 하는 그 영원한 천국에 우리 인류 인생이 이룰 수가 없더라는 것입니다. 자, 그렇다면 അവിടുത്തെ വചനം മാറ്റരുതെന്ന് ദൈവം നമ്മോട് പറഞ്ഞതിനാൽ ദൈവസഭ അവിടുത്തെ ഉപദേശങ്ങൾ കൃത്യമായി പിന്തുടരുന്നില്ലേ? 하나님께서 말씀 주시고 지시하신 그 내용대로 그 가르침을 따라 그대로 또 준행하는가? ഇന്ന് നമുക്ക് ചുറ്റും ധാരാളം പള്ളികൾ കാണുവാൻ സാധിക്കും. 교회들을 또 볼 수 있습니다. അവരും നമ്മളും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. യേശുവും ആദിമസഭയും ആചരിച്ച അധ്യാപനങ്ങൾ കാണാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സഭയിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ല മാർഗം. 가장 정확합니다. 수많은 아미노산들이 നിരവധി അമിനോ ആസിഡുകൾ ഒരുമിച്ച് ബന്ധിക്കുകയും ശരിയായ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ അവ ഒരു മാംസ്യം ആയി മാറുന്നു. 하나의 어떤 결정물이 생겨난다는 것입니다. സങ്കീർണമായ പ്രക്രിയയിലൂടെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. അതിനാൽ അവർക്ക് ഒരു മാറ്റമോ കൂട്ടിച്ചേർക്കലോ ഉണ്ടാകരുത്. 거기에 그 어떤 내용이라도 순서가 바뀌면 안 되고 뭔가 하나 더 ദൈവം രൂപകൽപ്പന ചെയ്ത വിധത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് മനുഷ്യരെ സംസാരത്തിനും ബോധത്തിനും കാഴ്ചയ്ക്കും വികാരത്തിനും പ്രാപ്തരാക്കുന്നതിൽ നിന്ന് തടയും. 자각하고 바라보고 느끼고 이렇게 할 수 있는 존재가 될 수 없다는 것입니다. ഇക്കാരണത്താൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, ബൈബിളിലെ വാക്കുകളിൽ കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എടുത്തുകളയുകയോ ചെയ്യരുത്. ദൈവം എല്ലാ ദിശകളും രീതികളും സൃഷ്ടിച്ചു. 다 이렇게 만들어 놓으셨기 때문에 우리를 창조하신 것처럼 말이죠. 이렇게 두셨기 ഇത് ഈ 때문에 രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ മനുഷ്യരാശി ഒരിക്കലും അവയെ മാറ്റാൻ പാടില്ല. എന്നിരുന്നാലും അന്ധകാരയുഗത്തിൽ ശബ്ബത്ത് ദിനത്തിന്റെ സത്യം അപ്രത്യക്ഷമായി. 하나님께서 정해주신 안식일의 진리가 없어졌죠. മുൻകാല സഭയുടെ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ AD 321 അത് അപ്രത്യക്ഷമായി. 다는 역사적인 내용입니다. കൂടാതെ അന്യമതങ്ങളുടെ വിവിധ ആചാരങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളാണെന്ന മട്ടിൽ സഭയിലേക്ക് വന്നു. 마치 하나님께서 명하신 제도인 것처럼 이렇게 ഇതുമൂലം ചിലർ ഇങ്ങനെ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ദൈവസഭ ഞായറാഴ്ച ആരാധന നടത്താത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് കുരിശില്ലാത്തത്? എന്തുകൊണ്ടാണ് ദൈവസഭ ക്രിസ്മസ് ആചരിക്കാത്തത്? ആദ്യമായി പള്ളിയിൽ വരുന്ന പലരും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നിരുന്നാലും അത്തരം ആചാരങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളോ ബൈബിളിലെ 66 പുസ്തകങ്ങളിലോ ഇല്ല. ദൈവം നമ്മോട് എന്താണ് ചോദിച്ചത്? അവയോട് ഒന്നും ചേർക്കരുത്. വേറെ എന്താണ്? ഒന്നും എടുത്തുകളയുകയുമരുത്. കാര്യങ്ങൾ അതേപടി അംഗീകരിക്കുന്നതിലൂടെ നിത്യസ്വർഗരാജ്യത്തിന്റെ വാതിലിന് എന്ത് സംഭവിക്കും? അത് തുറക്കപ്പെടും. നിത്യജീവന്റെ വിലയേറിയ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയത് അങ്ങനെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ലോകത്തിലെ പല സഭകളും പിതാവായ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നത്? ദൈവസഭ പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ബൈബിൾ ശരിക്കും നമ്മോട് പറയുന്നുണ്ടോ? അതോ മാതാവായ ദൈവവും ഉണ്ടെന്ന് പറയുന്നുണ്ടോ? നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടതല്ലേ? നമുക്ക് 2 കൊരിന്ത്യർ 6:17 നോക്കാം. 2 കൊരിന്ത്യർ 6:17. അവരുടെ നടുവിൽ നിന്നു പുറപ്പെട്ടു വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്കു ആരാണ്? പിതാവും നിങ്ങൾ എനിക്ക്.
아버지가 되고 ആരാണ് 너희는 내게 എന്റെ 아버지 된다고 했습니다. പുത്രന്മാരും പുത്രിമാരും 자녀가 ആയിരിക്കും എന്നു സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. 하셨느니라고 했습니다. ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് അവിടുന്ന് പറഞ്ഞു. 그리고 너희는 내게 있어서 자녀가 തന്റെ 되리라. മക്കൾ നിലനിൽക്കുന്നു എന്ന് ദൈവം വ്യക്തമായി പരാമർശിച്ചു. 또 여자는요 딸이라는 의미가 പിതാവും 있습니다. പുത്രന്മാരും പുത്രിമാരും കുടുംബത്തിൽ 아버지와 ഉപയോഗിക്കുന്ന 아들과 പദങ്ങളാണ്. 딸이 될 것이다. 이 다 가정에서 사용하는 호칭들입니다. അങ്ങനെയെങ്കിൽ നാം ഈ ഭൗമിക കുടുംബത്തെ പരിഗണിക്കുമ്പോൾ പിതാവ് മാത്രമേ ഉള്ളോ? 계십니까 가정에? അവിടെ ഒരു പുത്രൻ മാത്രമേയുള്ളോ? അവിടെ ഒരു പുത്രി മാത്രമേയുള്ളോ? എന്തെങ്കിലും ഇവിടെ വിട്ടുപോയ? 같이 않나요? ദൈവം ഈ ഭൗമിക വ്യവസ്ഥ സ്ഥാപിച്ചു. 하나님께서 만드신 겁니다. എല്ലാറ്റിനെയും സൃഷ്ടിച്ചതും അത് ആയിരിക്കേണ്ടിടത്ത് സ്ഥാപിച്ചതും ദൈവമാണ്. 있도록 하신 이가 우리 하나님이십니다. ഇതുകൊണ്ടല്ലേ അവിടുന്ന് എല്ലാവരുടെയും കർത്താവ് എന്ന് വിളിക്കപ്പെടുന്നത്. 인생의 주가 되신 것 아니겠습니까? ഒരു പിതാവും പുത്രന്മാരും പുത്രിമാരും ഉണ്ട്. എന്നാൽ ആരെയാണ് വിട്ടുപോയതായി ബൈബിൾ പറയുന്നത്? 누가 빠져 있죠? മാതാവിനെ വിട്ടുപോയതായി കാണിക്കുന്നു. പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രമാണോ ബൈബിൾ പരാമർശിക്കുന്നത്? അവിടെ ഒരു മാതാവായ ദൈവവും ഇല്ലേ? 어머니는 아니 계실까? മാതാവായ ദൈവം നിലനിൽക്കുന്നു. ഇന്ന് നമുക്ക് ഇത് ബൈബിളിലൂടെ സ്ഥിരീകരിക്കാം. ദൈവം മുഴുവൻ പ്രപഞ്ചത്തെയും വിശദമായി ഭരിക്കുന്നതുപോലെ മാംസ്യക്കൂട്ടമായ മനുഷ്യർക്ക് നിത്യജീവൻ നൽകുവാനായി അവിടുന്ന് വലിയ പരിശ്രമങ്ങൾ നടത്തുന്നു. 하시는 것처럼 이 단백질 덩어리 하나밖에 안 되는 우리 인류 인생에게 영원한 생명을 부여하기 위해서 하나님께서 이루어 가시는 어떤 ഒരു നവജാത ശിശു ജനിക്കുമ്പോൾ എണ്ണമറ്റ അമിനോ ആസിഡുകൾ മാംസ്യങ്ങളും തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുന്നു. 그한 아기의 탄생 이면에는 수많은 아미노산의 작용과 കുഞ്ഞ് എത്ര ഉയരത്തിൽ വളരും അല്ലെങ്കിൽ എന്തുതരം രോഗങ്ങൾ വികസിപ്പിച്ചേക്കാം എന്നതുപോലുള്ള കാര്യങ്ങൾ പോലും ഇതിനകം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 설계되어 가지고 나온다는 것입니다. ഇതിനെയല്ലേ ശാസ്ത്രജ്ഞർ ഹ്യൂമൻ ജീനോം മാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. 표현하고 있지 않습니까? നമ്മൾ ഇതെല്ലാം കൊണ്ടാണ് ജനിച്ചതെന്ന് അവർ പറയുന്നു. ദൈവത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. 이건 하실 수 없는 이와 같은 일입니다. ഞാൻ ചെയ്തിൽ ഒരു മാറ്റവും വരുത്തരുത് എന്ന് ദൈവം നമ്മെ ഉപദേശിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ മാതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. 뭐 다른 교회들 ലോകത്തിലെ മറ്റെല്ലാ സഭകളും കർത്താവേ എന്നും പിതാവേ എന്നും വിളിക്കുന്നു. 다 그렇게 표현들을 합니다. നമ്മുടെ ദൈവസഭ മാതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നാം പറയുമ്പോൾ ഓ അത് വിചിത്രമല്ലേ എന്ന് അവർ പറയുന്നു. എല്ലാവരോടുമായി ഇന്ന് നമുക്ക് ബൈബിളിൽ ഇതിന്റെ ഉപസംഹാരം നോക്കാം. നമുക്ക് ഗലാത്യർ 4 അധ്യായം 26 വാക്യം നോക്കാം. ഗലാത്യർ 4 അധ്യായം 26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. ഇവിടെ മീതെ എന്ന പദം സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗത്തിലുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ ആരാണെന്നാണ് ഇവിടെ പറയുന്നത്. ആരാണ് സ്വർഗത്തിലുള്ളത്? അത് പിതാവായ ദൈവം മാത്രമാണോ? അല്ല, നമുക്ക് സ്വർഗത്തിൽ വേറെ ആരും കൂടെയുണ്ട്. അവൾ തന്നെ നമ്മുടെ അമ്മ. നമുക്ക് 27 വാക്യം നോക്കാം. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവു കിട്ടാത്തവളെ പൊട്ടി ആർക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വാക്യം 28. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെപ്പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. എന്നാൽ അന്നു ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കിക്കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഇവിടെ 31 വാക്യത്തിലെ സ്വതന്ത്രയായ സ്ത്രീ 26 വാക്യത്തിൽ സ്വതന്ത്രയായ നമ്മുടെ അമ്മയെ കാണിക്കുന്നു. അതിനാൽ നാം മാതാവിന്റെ മക്കളാണെന്ന് 31 വാക്യം പരാമർശിക്കുന്നു. നിങ്ങൾ ബൈബിൾ സൊസൈറ്റി സന്ദർശിക്കുകയും അമ്മ എന്ന പദം ബൈബിളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു.
ഇല്ല, നിങ്ങൾ അത് ചെയ്തില്ല. 모든 성경 속에도 다 മീതെയുള്ള 똑같이 യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് ബൈബിളിന്റെ എല്ലാ പതിപ്പുകളിലും എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ബൈബിളിലെ ഈ വാക്കുകൾ എന്തുകൊണ്ടാണ് നീക്കിക്കളയുന്നത്? 명확하게 있는데 ഇത് വിചിത്രമല്ലേ? 않습니까? 왜 എന്തുകൊണ്ടാണ് 하나님께서 അവിടുത്തെ 그 하시는 വാക്കുകളോട് 것을 ഒന്നും 말라고 കൂട്ടുകയോ 하셨는데 이 നീക്കിക്കളയുകയോ 말씀을 ചെയ്യരുതെന്ന 그대로 ദൈവത്തിന്റെ 따르지 കൽപ്പന 못하는 അവർ 이런 ലംഘിക്കുന്നത്? 입장이 되었을까요? നേരത്തെ 좀 전에 സൂചിപ്പിച്ചതുപോലെ 얘기했듯이 അന്ധകാര 정치주의와 യുഗങ്ങളിൽ 암흑을 സഭ 거치면서 അന്യമത 교회가 ആചാരങ്ങളാൽ നിറഞ്ഞു. 많이 그 이교주의화된 그러한 시대가 있었습니다. ഇത് ഔദ്യോഗികമായി 교회의 역사 അംഗീകരിക്കപ്പെട്ട 책에 സഭാ 이미 ചരിത്ര 공인된 പുസ്തകങ്ങളിലുണ്ട്. 책자에 다 나오는 것이니까요. യേശുവിന്റെ കാലം മുതൽ AD 321 വരെ ഞായറാഴ്ച നിയമം പുറപ്പെടുവിക്കുകയും ഞായറാഴ്ച ഒരു ഔദ്യോഗിക വിശ്രമദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതുവരെ അവർ ശബ്ബത്ത് ദിവസം വിശ്വസ്തയോടെ ആചരിച്ചു. J.W. Sivand, A History of the Early Church to AD 500 വരെ, പേജ് നമ്പർ 132 ഈ പുസ്തകത്തിൽ ഞായറാഴ്ചയ്ക്ക് ക്രിസ്തീയ അർത്ഥമില്ലെന്ന് എഴുതിയിരിക്കുന്നു. AD 321 മുതൽ എത്ര വർഷങ്ങൾ കടന്നുപോയി? ഏകദേശം 2000 വർഷങ്ങൾ കടന്നുപോയി, അല്ലേ? അതിനാൽ ഇന്ന് എല്ലാ സഭകളും ആരാധനയുടെ യഥാർത്ഥ ദിവസം പോലെ ഞായറാഴ്ചയിൽ ആചരിക്കുന്നു. എന്നിരുന്നാലും യേശുവിനും അപ്പോസ്തലന്മാർക്കും ആദിമസഭയിലെ വിശുദ്ധന്മാർക്കും ഞായറാഴ്ച ആരാധനയെക്കുറിച്ച് അറിയില്ലായിരുന്നു. സ്വർഗത്തിൽ പോയി അപ്പോസ്തലനായ പത്രോസിനോട് ചോദിക്കുക, നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയും. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കുക, ഞായറാഴ്ച ആരാധനയോ? ശരിക്കും അങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം പറയും. മുൻകാല സഭയിൽ ഞായറാഴ്ച ആരാധന ഉണ്ടായിരുന്നില്ല. AD 321 4-ാം നൂറ്റാണ്ട് വരെ അത് നിലവിലുണ്ടായിരുന്നില്ല. യേശുവിന്റെ മരണശേഷം ഏകദേശം 300 വർഷത്തോളം ഈ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നില്ല എന്നത് വ്യക്തമല്ലേ? കൂടാതെ ക്രിസ്തുമസ് എപ്പോഴാണ് അവതരിപ്പിക്കപ്പെട്ടത്? ഇത് 354 ആണ് അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ക്രിസ്തുമസ് ഇപ്പോൾ ലോകമെമ്പാടും യേശുവിന്റെ ജനനദിവസം പോലെ ആചരിക്കുന്നു, അല്ലേ? ബൈബിളിൽ ദൈവം എന്താണ് പറയുന്നത്? ബൈബിളിൽ എന്തെങ്കിലും ചേർത്താൽ ഞാൻ ആ ബാധകൾ നിന്റെ മേൽ അയക്കും. ബൈബിളിൽ നിന്ന് എന്തെങ്കിലും നീക്കിക്കളഞ്ഞാൽ സ്വർഗരാജ്യത്തിലെ നിന്റെ അവകാശം ഞാൻ നീക്കിക്കളയും എന്ന് ദൈവം കൽപ്പിച്ചു. എന്നിരുന്നാലും AD 321 ശനിയാഴ്ച ആരാധനയ്ക്കു പകരം ഞായറാഴ്ച ആരാധന പ്രത്യക്ഷപ്പെട്ടു. AD 354 ക്രിസ്തുമസ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കൂടാതെ 6-ാം നൂറ്റാണ്ടിൽ കുരിശുകൾ സഭയുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടു. ആദിമസഭ ശബ്ബത്ത് ഞായറാഴ്ച ആരാധിച്ചില്ല, അവർക്ക് കുരിശും ഉണ്ടായിരുന്നില്ല. അത് ബൈബിളിലോ മുൻകാല സഭയുടെ ചരിത്രത്തിലോ ഇല്ല. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗലാത്യർ 4-ാം അധ്യായം ആരാണ് എഴുതിയത്? ഇത് എഴുതിയത് അപ്പോസ്തലനായ പൗലോസ് ആണ് എഴുതിയത്. തീർച്ചയായും അത് മനുഷ്യനാൽ എഴുതപ്പെട്ടതാണ്, പക്ഷേ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിരുന്നു. ഗലാത്യർ 4:26 ഇങ്ങനെ പറയുന്നു, മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ യഥാർത്ഥ വചനത്തെ മാറ്റാൻ കഴിഞ്ഞില്ല. നമുക്ക് സ്വർഗീയ മാതാവ് ഉണ്ടായിരിക്കണമെന്ന് ബൈബിൾ ശക്തമായി വിശദീകരിക്കുന്നു. ഈ സന്ദേശം പുതിയ നിയമത്തിൽ ആദിമസഭയിൽ മാത്രമല്ല പഴയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. മാതാവായ ദൈവം ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്നു എന്ന് അത് വെളിപ്പെടുത്തുന്നു. നമുക്ക് ഇത് സ്ഥിരീകരിക്കാം. ഉൽപ്പത്തി അധ്യായം 1. ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം ദൈവം നാം. ഇവിടെ ദൈവം മനുഷ്യരാശിയെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിയുടെ പ്രക്രിയയ്ക്കിടെ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് അവിടുന്ന് പറഞ്ഞു, നമ്മുടെ സ്വരൂപത്തിൽ. പിന്നെ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
ലോകത്തിലെ എല്ലാ സഭകളും ദൈവം ഒരുവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിക്കുന്നു. 창조했다. 이렇게 가르치고 있습니다. എന്നിരുന്നാലും അവരുടെ ബൈബിൾ ഞാൻ ഇപ്പോൾ വായിക്കുന്ന ബൈബിളിൽ നിന്ന് വ്യത്യസ്തമല്ല. അതേ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 문장이 기록되어 있습니다. നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. 우리가 사람을 만들자. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് മനുഷ്യരാശിയെ സൃഷ്ടിക്കാം എന്നാണ്. ഏകദൈവം മനുഷ്യരാശിയെ സൃഷ്ടിച്ചു എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ ഈ വാക്യത്തിലെ വാക്കുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ഒരു ദൈവം മാത്രമല്ലെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു. ഇത് വിവർത്തനത്തിലെ ഒരു തെറ്റായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇപ്പോഴും വാദിക്കുന്നു. എന്നിരുന്നാലും യഥാർത്ഥ ബൈബിളിലും നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യരാശിയെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഒന്നല്ല എന്നാണ് ഇതിനർത്ഥം. നാം എന്ന വാക്ക് ഒരു വ്യക്തിയെയാണോ സൂചിപ്പിക്കുന്നത്? ഇത് ഒരു ഏകവചന നാമമല്ല, മറിച്ച് ഒരു ബഹുവചന പദമാണ്. നമുക്ക് 26-ാം വാക്യം വീണ്ടും നോക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്നു കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആരെയാക്കിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവർ ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ പുരുഷരൂപത്തിന്റെ പകർപ്പായാണ് പുരുഷന്മാരെ സൃഷ്ടിച്ചത് എന്നത് ശരിയല്ലേ? സ്ത്രീകളുടെ കാര്യം എങ്ങനെയാണ്? സ്ത്രീയുടെ പ്രതിച്ഛായുള്ള ദൈവത്തിന്റെ ഒരു പകർപ്പായാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. പുരുഷ സ്വരൂപത്തിലുള്ള ദൈവത്തെ മനുഷ്യരെല്ലാം പിതാവായ ദൈവം എന്നാണ് പരാമർശിക്കുന്നത്. അപ്പോൾ സ്ത്രീ സ്വരൂപത്തിലുള്ള ദൈവത്തെ മനുഷ്യരാശി എന്താണ് വിളിക്കേണ്ടത്? ഇത് വളരെ ലളിതമാണ്. ഇവിടെ മുതൽ മറ്റ് ആളുകളുടെ വഴികൾ ദൈവസഭയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്നും മാറ്റരുത് എന്ന ദൈവവചനമനുസരിച്ച് ഈ കാര്യം പരിഗണിക്കുക. പിതാവായ ദൈവം മാത്രമല്ലാതെ മറ്റാരാണ് ഉണ്ടായിരിക്കേണ്ടതെന്നത് വ്യക്തമാണ്. അതാണ് ശരിയായ വിശ്വാസം. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് എഴുതിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കാന്ത്, കുഞ്ഞാടിന്റെ മണവാട്ടി, ആത്മാവും മണവാട്ടിയും എന്നിങ്ങനെ വെളിപ്പാട് 19, 21, 22 അധ്യായങ്ങളിൽ സ്വർഗീയ പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും ആത്മീയ ജോലിയെക്കുറിച്ച് ബൈബിൾ പ്രവചിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. പിതാവായ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നത് ശരിയാണോ? അതോ പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും വിശ്വസിക്കുന്നത് ശരിയാണോ? എന്താണ് ദൈവഹിതം? സഭ ശരിയായ ഉത്തരം കണ്ടെത്തുന്നില്ലെങ്കിൽ അവിടെ ശരിയായ പാത കണ്ടെത്താനും കഴിയില്ല. ഇതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള സഭകൾ അവിശ്വാസികളെപ്പോലെ അധപതിക്കുകയും അനുകമ്പയില്ലാത്തവരായിത്തീരുകയും ചെയ്യുന്നത്. നാം അകത്തു പോകുമ്പോഴും പുറത്തു വരുമ്പോഴും ദൈവത്തിന്റെ ഉപദേശങ്ങൾ പിന്തുടരുമ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്തില്ലേ? നിങ്ങൾക്ക് പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും ശരിയായ വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ദൈവം നൽകുന്ന ദിശയിലേക്ക് പോകുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും ഏറ്റവും സത്യസന്ധവും വീണ്ടെടുപ്പ് ലഭിക്കാനുള്ള ഏക മാർഗവുമാണെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ കൊത്തിവയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ സത്യത്തെക്കുറിച്ച് നാം പലരെയും അറിയിക്കണം. മാതാവായ ദൈവത്തിൽ നമുക്ക് വിശ്വാസമുള്ളത് എന്തുകൊണ്ടാണെന്ന് നാം അവരെ ശരിയായി പഠിപ്പിക്കണം. ഇങ്ങനെയല്ലേ നമുക്ക് ദൈവപുത്രന്മാരും പുത്രിമാരും എന്ന സ്ഥാനം കൈവരിക്കാൻ കഴിയുക. ദൈവമക്കൾക്ക് പിതാവായ ദൈവം മാത്രമല്ല, മാതാവായ ദൈവവും ഉണ്ടെന്ന് ലോകത്തെ അറിയിക്കണം.
분명히 또 알려야 되겠고요. യഥാർത്ഥ എബ്രായ ബൈബിളിൽ പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും കുറിച്ച് 2500-ൽ അധികം തവണ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം എന്ന പദത്തിനായി യഥാർത്ഥ എബ്രായ ബൈബിളിനെ നാം നോക്കുകയാണെങ്കിൽ അത് കൂടുതലും ഒരു ബഹുവചന നാമമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് ഏകവചനം അറിയാത്തതുകൊണ്ടാണോ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരാശിയെ ഉണ്ടാക്കുക എന്നും ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതെന്നും നിങ്ങൾ കരുതുന്നത്? പുരുഷരൂപത്തിലുള്ള ദൈവത്തെ പിതാവായ ദൈവം എന്ന് വിളിക്കുന്നില്ലേ? എന്നിരുന്നാലും സ്ത്രീ രൂപത്തിലുള്ള ദൈവത്തെ ആളുകൾ അവഗണിക്കുന്നു. അവർ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. എഫെസ്യർ 4-ാം അധ്യായം എടുത്തുകൊണ്ട് ചിലർ ഈ വിഷയം ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇത് പറയുന്നതെന്നും എന്തുകൊണ്ടാണ് അത്തരം വാക്യങ്ങൾ ബൈബിളിൽ നിലനിൽക്കുന്നതെന്നും നിങ്ങൾ സ്ഥിരീകരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എഫെസ്യർ 4-ാം വാക്യം നോക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്. വാക്യം 5. ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി. ഇവിടെ ഒരു ദൈവമുണ്ടെന്നാണ് പറയുന്നത്. പിതാവായ ദൈവവും മാതാവായ ദൈവവും ഉണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും എന്ന് ആളുകൾ ചോദിക്കുന്നു. നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് അല്പം കൂടി നോക്കാം. വാക്യം 6. എല്ലാവർക്കും ദൈവവും പിന്നെ എന്താണ്? പിതാവുമായവൻ ഒരുവൻ. എല്ലാവരോടുമായി പിതാവായ ദൈവം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. പിതാവ് ഒന്നാണ്. എന്നിരുന്നാലും അവിടെ വേറെ ആരുണ്ട്? മാതാവായ ദൈവം അവിടത്തോടൊപ്പം ഉണ്ടെന്ന് നാം പ്രസംഗിക്കുന്നു. 2 പിതാക്കന്മാരുണ്ടെന്ന് നാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ഇത് നാം നന്നായി മനസ്സിലാക്കുകയും അവർക്ക് വിശദീകരിക്കുകയും വേണം. പുരുഷന്മാർ ധനകാര്യത്തിന്റെയും കുടുംബത്തിന്റെയും ചുമതലയുള്ള കാലങ്ങളിൽ സ്ത്രീകൾ ഏതാണ്ട് നിലനിൽക്കാത്തതുപോലെ ആയിരുന്നു. അവർ പഴയ നിയമകാലത്തെ നിഴലുകൾ പോലെയായിരുന്നു. അക്കാലത്ത് ജനസംഖ്യാഗണനം നടത്തുമ്പോൾ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. സ്ത്രീകളെ പുരുഷന്മാർക്ക് കീഴിലുള്ള ജീവികളായി കണക്കാക്കിയിരുന്നു. എന്നിരുന്നാലും വെളിപ്പാട് 19:7 നിവൃത്തിയേറുന്ന യുഗത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്? നാം മാതാവായ ദൈവത്തെക്കുറിച്ച് അറിയണമെന്നും അവിടുത്തെ അസ്തിത്വം മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തണമെന്നും ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രവൃത്തിയെ പരിഗണിക്കുക. 6-ാം ദിവസം അവിടുന്ന് ആദാമിന്റെ വാരിയലിൽ എടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചില്ലേ? അതുപോലെ തന്നെ ആത്മീയ ഹവ്വ മനുഷ്യരാശിക്ക് വെളിപ്പെടണം. അങ്ങനെ ബൈബിൾ ഹവ്വയെ ജീവനുള്ളവരുടെയെല്ലാം മാതാവ് എന്ന് പരാമർശിക്കുന്നു. നമുക്ക് ഇത് നോക്കാം. നമുക്ക് ഉൽപ്പത്തി 3-ാം അധ്യായം 20-ാം വാക്യം നോക്കാം. ഉൽപ്പത്തി 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യൻ തന്റെ ഭാര്യയ്ക്കു ഹവ്വ എന്ന് പേരിട്ടു. അവൾ എന്താണ്? ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. ആദാമും അവന്റെ ഭാര്യ ഹവ്വായും ഇതാണ് ദൈവം അവരെ സൃഷ്ടിച്ച രീതി. 6 ദിവസത്തെ സൃഷ്ടി 6000 വർഷത്തെ പ്രവചനത്തിന്റെ നിഴലായി വർത്തിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ 6-ാം ദിവസം അവസാന മണിക്കൂറിൽ ആരാണ് സൃഷ്ടിക്കപ്പെട്ടത്? അത് ഹവ്വയായിരുന്നു. ആത്യന്തികമായി ഹവ്വ ആദാമിന്റെ വാരിയെല്ലിൽ നിന്ന് പുറത്തുവരുമ്പോൾ, അതായത് ദൈവത്തിന്റെ വീണ്ടെടുപ്പു വേലയുടെ അവസാനത്തിൽ, മാതാവായ ദൈവവും മനുഷ്യരാശിക്ക് വെളിപ്പെടണം. വളരെക്കാലമായി സഭകൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഊന്നിപ്പറയുന്നു. ഒരു പിതാവിന് മക്കളോടുള്ള സ്നേഹം വളരെ മഹത്തരമാണ്. എന്നാൽ ഒരു മാതാവിന്റെ സ്നേഹത്തിന്റെ കാര്യം എങ്ങനെയാണ്? കുഞ്ഞിനോടുകൂടെ ഏകശരീരമായി തീരുന്നത് അവരുടെ അമ്മയാണ്.
10개월 9 동안 മാസം 여러분들은 നിങ്ങൾ ഒരു 작은 ചെറിയ 배추를 പൊക്കിൾക്കൊടിയിലൂടെ 통해서 നിങ്ങളുടെ 어머니와 അമ്മയോടൊപ്പം 한 몸이 ഒന്നായിരുന്നു. 되어 있었습니다. 그래서 അതിനാൽ കുട്ടികളുടെ പ്രതിരോധത്തിന്റെ 자녀 കാര്യത്തിൽ 얘기라고 한다면 അപകടങ്ങളൊന്നും 앞뒤 പരിഗണിക്കാതെ 상황 안 ആരാണ് 가리고 മുന്നോട്ടു 나서시는 പോകുന്നത്? 분들이 바로 누굽니까? 엄마들입니다. അത് അമ്മമാരാണ്. 예. അതുകൊണ്ടാണ് 그래서 അമ്മമാർ 엄마가 ധൈര്യമുള്ളവരാണെന്ന് 선물을 ഞാൻ 받는 കരുതുന്നത്. 그럼 천지와 만물을 창조하신 അപ്പോൾ 창조주 우리 സൃഷ്ടാവായ 하나님께서 ദൈവം 우리 മനുഷ്യരാശിക്ക് 인류 ജീവൻ 인생들에게 നൽകുമ്പോൾ 생명을 부여할 때 ഒരു പിതാവിലൂടെ 남성인 കുട്ടികൾ ജനിക്കാൻ 아버지를 അവിടത്തേക്കും 통해서도 അനുവദിച്ചുകൂടെ? 얼마든지 자녀를 갖게 할 수 있지 않습니까? 근데 എന്നിരുന്നാലും 그렇지 않고 ഒരു അമ്മയിലൂടെ 여성의 ജനിക്കുന്ന 어머니를 കുട്ടികളെ 통해서 അവൻ 자녀를 തിരഞ്ഞെടുത്തു. 갖게 만드시고 또 മനുഷ്യരാശിക്ക് 어머니의 അവരുടെ 미토콘드리아 അമ്മമാരിൽ നിന്ന് DNA를 മൈറ്റോകോൺട്രിയൽ 다 DNA 물려받도록 해서 അവകാശമാക്കാനും ദൈവം 귀한 ക്രമീകരിച്ചു. 사람이 되게끔 하나님께서는 그렇게 섭리해 놓으셨습니다. വെളിപ്പാട് 4-ാം അധ്യായം 14-ാം വാക്യം അനുസരിച്ച് സകലവും ആരുടെ ഹിതത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്? അവിടുത്തെ ഹിതത്താലാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്. 창조되었다. 오늘날 ഇന്ന് ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നത് ഒരു വിഡ്ഢിത്തമായ തിരഞ്ഞെടുപ്പാണ്. 어리석은 사람들의 선택이라고 볼 수 있습니다. നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. 온 우주가 മുഴുവൻ പ്രപഞ്ചവും ദൈവത്തിന്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി ഓർക്കുമ്പോൾ പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും വിശ്വസിക്കാനുള്ള ശരിയായ വിശ്വാസം നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നിത്യമഹത്വവും സ്തുതിയും അർപ്പിക്കാം. 허락해 주신 ഇന്ന് നാം ആചരിക്കുന്ന ശബ്ബത്ത് ദിവസം പിതാവായ ദൈവവും മാതാവായ ദൈവവും സ്ഥാപിച്ച ന്യായപ്രമാണമാണെന്ന് നാം ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ കൊത്തിയെടുക്കവേ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു അനുഗ്രഹീത ശബ്ബത്ത് നമുക്കുണ്ടാകട്ടെ. 하나님께 큰 നിങ്ങൾക്ക് 축복과 കൃപ ലഭിച്ചുവെന്ന് 복을 പ്രതീക്ഷിച്ചുകൊണ്ട് 바라겠습니다. ഇന്നത്തെ പ്രബോധനം 오늘 이 അവസാനിപ്പിക്കുവാൻ 말씀 ഞാൻ 맺는 ആഗ്രഹിക്കുന്നു. 말씀 마치도록 합니다. വളരെയധികം നന്ദി.